തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ സ്വകാര്യ ബസ് കുറ്റിപ്പുറത്ത് വെച്ച് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ഒരാൾ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡിലൂടെ തെന്നിമാറിയാണ് ബസ് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞത്. ഡിവൈഡറിന് മുകളിലേക്ക് വീണ് രണ്ടായി മുറിയുന്നതും ദൃശ്യത്തിൽ കാണാം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അപകടത്തെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. 2 ബൈക്ക് യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഡിഫൻഡർ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ മലപ്പുറം സ്വദേശി ഷബീർ, കണ്ടക്ടർ തൃശൂർ സ്വദേശി വിമോദ് എന്നിവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണ്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മഴയിൽ റോഡ് നനഞ്ഞുകിടന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഇറക്കത്തിൽ വളവുള്ള പ്രദേശത്താണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഡിവൈഡറിൽ ഇടിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. ടയറിന് എന്തെങ്കിലും പറ്റി നിയന്ത്രണം പോയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. അപകടത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി. ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV.